യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ പ്രഭാതത്തിൽ ഒരു നല്ല ദിവസം അച്ഛൻ ആശംസിക്കുന്നു. ഒപ്പം തന്നെ ഇന്നത്തെ വാഗ്ദത്ത വചനം എന്ന് പറയുന്നത്, നമ്മൾ വിളിക്കുമ്പോൾ ദൈവം കേൾക്കും. അതല്ല, വിളിക്കുന്നതിന് മുമ്പേ ഉത്തരം തരും. അതുപോലെ തന്നെ നാം ചോദിക്കുന്നതിന് മുന്നേ കർത്താവ് എല്ലാം തരുമെന്നാണ്. പ്രിയമുള്ളവരെ, ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 65 അധ്യായം 24 വാക്യം ഇപ്രകാരം വായിക്കുന്നു. ഇന്നത്തെ വാഗ്ദത്ത വചനം അതാണ്, മറക്കരുത്. ഏശയ്യാ 65:24. ആ വചനം ഇപ്രകാരമാണ്: വിളിക്കും മുമ്പേ ഞാൻ അവർക്ക് ഉത്തരമരുളും. അതാണ് പ്രിയമുള്ളവർ, ദൈവത്തിന് വാഗ്ദാനം ഓർത്ത് നാം ദൈവത്തെ വിളിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുന്ന് ഉത്തരമരുളും. പ്രാർത്ഥിച്ച് തീരും മുമ്പേ തന്നെ അവിടുന്ന് കേൾക്കും. പ്രിയമുള്ളവരെ, ഇതെങ്ങനെ സംഭവിക്കുന്നത്? എവിടെ സംഭവിക്കുന്നത്? ദൈവം പറഞ്ഞ പുതിയ ആകാശവും പുതിയ ഭൂമിയും, ആ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും നാം ആഗ്രഹിക്കുമ്പോൾ ഇത്തരം കൃപ കർത്താവ് തരുമെന്ന് പറയാം. ചോദിക്കുന്നതിന് മുന്നേ കർത്താവ് ഉത്തരം തരും. പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ച് തീരും മുമ്പേ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ വചനം പറയുന്നത്, പ്രിയമുള്ളവരെ, ഇത് ആർക്കാ കിട്ടുന്നത്? പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലായിരിക്കുന്നത്. അത് ഒരു പ്രത്യേക നിറഞ്ഞൊരു അവസ്ഥ, ദൈവത്തെ ചേർന്നുള്ള അവസ്ഥയാട്ടോ. അതെങ്ങനെ കിട്ടുന്നത്? അല്ലെങ്കിൽ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയും നമ്മൾ എങ്ങനെയാകണത്? ദൈവത്തിൽ നിന്നുള്ള അത്ര അടുപ്പം നമുക്ക് വേണം. ദൈവത്തോട് നമുക്ക് അത്ര അടുപ്പമുണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉടനെയുള്ള ഒരു ദൈവിക പ്രതികരണമുണ്ട്. ആ ഒരവസ്ഥയിൽ തമ്പുരാൻ നമ്മോട് വലിയ കരുതലും പരിചരണം കാണിക്കും ദൈവം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതുപോലെ വചനം പറയാ, നാം പ്രാർത്ഥിച്ച് പൂർണ്ണമായി അങ്ങോട്ട് ഉച്ചരിച്ച് തീരുന്നതിന് മുമ്പ് കർത്താവ് നമ്മുടെ ആവശ്യം അറിയും, കേൾക്കും, അനുഗ്രഹിക്കും. മറ്റൊരു പ്രത്യേകത, ഈ പ്രത്യേക ഒരു അവസ്ഥയിൽ ദൈവത്തോട് കൂടി ആകുമ്പോൾ ദൈവം നമ്മുടെ ആവശ്യങ്ങൾ മുൻകൂട്ടി കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യും. ഇങ്ങനെയൊക്കെ അനുഗ്രഹവും കൃപയും, അതായത് പ്രാർത്ഥിക്കുന്ന മുന്നേ പ്രാർത്ഥന കേൾക്കും. ഇത് എങ്ങനെയാണ് കിട്ടണമെന്നറിയാമോ? ഈ ഒരു വലിയ കൃപയ്ക്ക് ദൈവം തന്നെ മുൻകൈ എടുക്കും. നമ്മൾ ചോദിക്കുന്നേക്കാൾ പിടിയെന്ന് ഉത്തരം നൽകാൻ ദൈവം ആഗ്രഹിക്കുമെന്നാണ് പറയുന്നത്. ആവശ്യങ്ങൾ പറയുന്ന മുമ്പ് തന്നെ അവനെ നിറവേറ്റുകയും ചെയ്യും. അതിന് പ്രിയമുള്ളവരെ, നമുക്ക് ആഴമായ സ്നേഹവും ദീർഘവീക്ഷണവും എല്ലാം നമുക്കുണ്ടാകണം. എങ്കിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ ഒരു വചനത്തിൻ്റെ യോഗ്യതയാൽ ചോദിക്കുന്നതിന് മുന്നേ കർത്താവ് തരും. അതെപ്പോഴാണെന്നറിയാമോ? പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും നാം ആകുമ്പോൾ. അപ്പം നാമും ദൈവമായിട്ട് ഒരു പരിപൂർണമായൊരു കൂട്ടായ്മ ഉണ്ടാകുമ്പോൾ ഇതെല്ലാം നമുക്ക് സാധ്യതമാകും. എങ്കിൽ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ സർവ്വജ്ഞാനം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ മനസ്സ് നിഷ്കളങ്കമാണെന്നും നമുക്ക് ഇത് ലഭിക്കാൻ അവകാശപ്പെട്ട വ്യക്തിയാണെന്നും ദൈവത്തെ തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ നമ്മൾ സ്വർഗരാജ്യത്താണ്. ദൈവം പറഞ്ഞ പുതിയ ആകാശത്തും പുതിയ ഭൂമിയിലുമാണ്. എങ്കിൽ പ്രിയമുള്ളവരെ, ഈ ഒരു അനുഭവത്തിലേക്ക് ദൈവം നമ്മളെ ഉയർത്തട്ടെ. ചോദിക്കുന്ന മുന്നിൽ ലഭിക്കുന്ന ആഗ്രഹങ്ങളും നിയോഗങ്ങളും ദൈവം നമുക്ക് വേണ്ടി നടത്തി തരട്ടെ. പക്ഷെ ദൈവമായിട്ട് ആ തരത്തിൽ ആഴമൊരു കൂട്ടായ്മ വേണം കേട്ടോ. എങ്കിൽ ഈ കൂട്ടായ്മ ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തമ്പുരാനും ഒന്നായി ചേരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം വാഗ്ദത്ത കൂടാരത്തേക്ക് സമർപ്പിക്കുക. ഇത് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൾത്താരയിലേക്ക് അച്ഛൻ സമർപ്പിക്കുന്നു. നിന്നെ കർത്താവ് കാത്തുപരിപാലിക്കും. ചോദിക്കുന്നതിന് മുന്നേ, പറഞ്ഞ തീരും മുന്നേ കർത്താവ് നിന്നെ അനുഗ്രഹിക്കാൻ പോവുക. ഇതാ നിങ്ങൾ സമർപ്പിച്ച നിയോഗങ്ങൾ അൾത്താരയ്ക്ക് അച്ഛൻ സമർപ്പിക്കുന്നു. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവായ ശമിശാകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും
എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ.